ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഉസ്താദിനെ ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. സൈൻ ലാംഗ്വേജ് വിവർത്തനം അബ്ദുൽ ഗഫൂർ സഖാഫി പാക്കണ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ് വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വമൻ ഇഖ്തദാ ബിഹദീഹിം ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്യരായ പ്രസിഡന്റ് റയീസുൽ ഉലമ ഉസ്താദ് അവറുകൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, ഞങ്ങളെപ്പോലുള്ള പതിനായിരക്കണക്കിന് വ്യക്തികളുടെ ഗുരുവര്യർ, ഇന്ത്യയിലും പുറത്തും എല്ലാം പ്രശസ്തവും സ്നേഹസമ്പൂർണവുമായി എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകൾ ഈ യാത്രയിൽ തുടക്കം മുതലേ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടുവരുന്ന ബഹുവന്യരായ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, സമസ്തയുടെ വൈസ് പ്രസിഡന്റ്, സമസ്തയുടെ സെക്രട്ടറിമാരിൽ പ്രഗത്ഭരും സയ്യിദുമായ ഈ ജാഥയുടെ നായകർ, സഹനായകരായി വരുന്ന സയ്യിദ് ബദറുസാദാത്ത് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങൾ, മറ്റ് ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, വളരെ നീണ്ട ഒരു യാത്ര, ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത യാത്ര. ആ യാത്ര നടന്ന ഒരു രാവിൽ, ലൈലത്തുൽ ഇസ്റാ, ആ രാവിൽ നമ്മുടെ സമാപനം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഇസ്ലാം സമാധാനം, വിധേയത്വം, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം തന്നെ. മുസ്ലിം സമാധാനി, വിധേയപ്പെടുന്നവൻ, അങ്ങനെയാണ് ആ വാക്കിൻ്റെ സാരം തന്നെ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ അൽ ഇസ്ലാം. ഇസ്ലാമിൽ ആരെയും നിർബന്ധിക്കൽ ഇല്ല. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസം സ്വീകരിക്കാൻ മനുഷ്യരെ, ജനങ്ങളെ നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരു നിർബന്ധിക്കൽ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വമേധയാ പഠിക്കാനും അറിയാനും സന്നദ്ധരായി ഇസ്ലാമിനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാവർക്കും എപ്പോഴും സ്വാഗതമാണ്. മുസ്ലിങ്ങൾ അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇസ്ലാം അതിനെ സംബന്ധിച്ചുള്ള ധാരണ പിശകുകൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോവുക. നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ആശയവുമായി വന്ന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ഇവിടെ വന്ന്
ഗംഭീര പ്രസംഗം നടത്തിയതല്ല. അവരിവിടെ വന്ന് മറ്റെന്തെങ്കിലും ഭൗതികമായ പ്രവർത്തനം നടത്തിയതല്ല. അവർ ഇസ്ലാം എന്താണെന്ന് ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു തന്നു. ആ മഹാന്മാർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുന്നു. അവർ വെള്ളം ഊതിക്കൊടുക്കുമ്പോൾ, മന്ത്രിച്ചു കൊടുക്കുമ്പോൾ വിഷം ഇറങ്ങുന്നു. അവർ സർവമതക്കാർക്കും മതമില്ലാത്തവർക്കും എല്ലാവർക്കും സൗഹൃദവും സ്നേഹവും സഹനവും പഠിപ്പിക്കുന്നു. അങ്ങനെ വെറുപ്പില്ലാത്ത, ശത്രുതയില്ലാത്ത ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം ഖുർആൻ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. പിശാചിന്റെ ആശയമാണ് മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുക, മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കുക. അത് പിശാചിന്റെ ആശയമാണ്. ലോകസത്താവിന്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും, എല്ലാ ജീവികളും. അവകൾക്കെല്ലാം ഓക്സിജനും ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളതെല്ലാം നൽകി പോറ്റുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അവനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയെയും ഒരു വ്യക്തിയെയും അവരോട് ശത്രുത വെക്കുന്നതോ അവരെ ആക്രമിക്കുന്നതോ ലോകസത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ സൃഷ്ടികളെ ആക്രമിക്കരുത്. അക്രമികൾക്ക് സഹായികളില്ല. മറിച്ച് എപ്പോഴും മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനായി ജീവിക്കണം. അതാണ് ഖുർആനിന്റെ ആശയം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം. ഇസ്ലാമിൽ തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ വർഗീയവാദത്തിനോ അക്രമത്തിനോ അനീതിക്കോ അഴിമതിക്കോ ഇടമില്ല. ആ പരിശുദ്ധ ഇസ്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം കാര്യം മാത്രം നോക്കാതെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തു പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവില്ല, ഹത്താ യഗ്മറ ജാറുഹു ബവായിഖ, അവന്റെ തൊട്ടടുത്തുള്ളവർ, അതേ അവന്റെ പരിസരത്തുള്ള 160ഓളം വീട്ടുകാർ, അതേപോലെ തൊട്ടടുത്തുള്ള രാഷ്ട്രക്കാർ, തൊട്ടടുത്തുള്ള ജനങ്ങൾ, അങ്ങനെ അടുത്തുള്ളവർക്കാർക്കും അവനെ കൊണ്ടൊരു ശല്യമുണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെടാതെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവില്ല. അവര് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവൻ, അതാണ് മുസ്ലിം. സുഹൃത്തുക്കളെ, ആ ഇസ്ലാം, അതിനെ ചില ആളുകൾ പരിശുദ്ധ ഖുർആൻ ഓതി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ വളരെ ചുരുക്കമാണെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അത് സഹാബികളുടെ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരാണ് സഹാബികൾ. ആ സഹാബികളെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്, സർവ മനുഷ്യർക്കും സത്യസാക്ഷികളായി ജീവിക്കുന്നവരാണ് നിങ്ങൾ, എല്ലാവർക്കും നിങ്ങളിൽ മാതൃകയാണ്. ആ സഹാബികളെ സംബന്ധിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ലാ യുഖ്സില്ലാഹു നബിയ്യ വല്ലദീന ആമനൂ യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം. അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബികൾ, അവർ ഒരിക്കലും തന്നെ അവരെയും പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അള്ളാഹു കൈയൊഴിക്കുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ കൂട്ടിപ്പറയുകയാണ് ഖുർആൻ അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളെ. ആ മഹാന്മാരായ സഹാബികൾ അവരാണ് യഥാർത്ഥത്തിൽ ശരിയായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഈ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളിലെ ഏറ്റവും പ്രഥമരായ മഹാന്മാർ.
കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യരിലേക്ക് വന്ന, മനുഷ്യർക്ക് വേണ്ടി വന്ന അതേ സമുദായങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ സഹാബികളെ അങ്ങനെയാണ് പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അവരുടെ സവിശേഷതയാണ് അതേ, അതുപോലെ അവരെ പിന്തുടരുന്നവരുടെയും സവിശേഷതയാണ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളെപ്പോഴും നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും, എപ്പോഴും തെറ്റായ കാര്യങ്ങൾ വിരോധിച്ചു കൊണ്ടിരിക്കും. വതൂമിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യും. ഈ സഹാബികൾ, അവരെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം എന്തായിരിക്കണം? അജ്മഅ അലൈഹി അഹ്ലുസ് സുന്നതി വൽ ജമാഅ. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സവായിഖുൽ മുഹരിഖയിൽ പറയുകയാണ്, എല്ലാ മുസ്ലിമീങ്ങളും അഥവാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എന്താണ് ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നതിന്റെ അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അംഗീകരിക്കുന്നവർ. അതേ, വൽ ജമാഅ, സഹാബികളാകുന്ന പ്രഥമ മുസ്ലിമീങ്ങൾ, അവര് പഠിപ്പിച്ച ആശയം അംഗീകരിക്കുന്നവർ. കാരണം പരിശുദ്ധ ഖുർആൻ ഗ്രഹിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഖുർആൻ നബിതങ്ങൾ വിവരിച്ചു കൊടുത്തത് അവിടുത്തെ ശിഷ്യന്മാർക്കാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങളെയും സഹാബത്തിനെയും അംഗീകരിക്കാതെ ഒരാൾക്ക് ഖുർആൻ പിന്തുടരാൻ സാധ്യമല്ല. അതിനാൽ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് വെച്ച പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, നബിതങ്ങളെയും സഹാബത്തിനെയും അംഗീകരിക്കുന്നവർ. മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ആ സഹാബത്ത് ബിതസ്കിയതി ജമീഇ സഹാബ, എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ്. അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിം, സർവ മുസ്ലിമിനും നിർബന്ധമാണ് തസ്കിയതു ജമീഇ സഹാബ, സർവ സഹാബികളും സംശുദ്ധരാണെന്ന് വിശ്വസിക്കണം, അത് പ്രഖ്യാപിക്കണം. ബിഇസ്ബാത്തിൽ അദാലതി ലഹും, അവരിൽ ആരും മോശക്കാരില്ല. അതേ, വൽ കഫി അനി തഅനി ഫീഹിം, അതിൽ ഒരു സഹാബിയെയും ആക്ഷേപിക്കാൻ പാടില്ല. മാത്രം പോരാ, അവരെ എപ്പോഴും അവരെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ ആ സഹാബികളെ പുകഴ്ത്തി പറഞ്ഞത് കാണാം. അതിൽപ്പെട്ട 1-2 ആയത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ സഹാബത്തിനെ പിന്തുടരുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? അവർ ഏത് പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നു. കാരണം ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന ആളാണല്ലോ നേതാവ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് മഴയില്ലാത്ത സമയത്ത് അവർ വരുന്നു, നബി തങ്ങളോട് വേവലാതിപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ വാങ്ങിക്കൊടുക്കുന്നു. ചിലപ്പോൾ വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല, ചോദിച്ച് വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല, മറിച്ച് അവിടുത്തെ കൈയിന്റെ വിരൽ പാത്രത്തിൽ വെക്കുന്നു, കൈവിരലിലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു. ആയിരക്കണക്കിന് സഹാബികൾ ഇത് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ എത്ര ഹദീസുകളാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന നേതാവ്, ആ നേതാവ് അന്ത്യനാൾ വരെയുള്ളവർക്ക് നേതാവാണ്. അതുകൊണ്ട് തന്നെ സർവ മുസ്ലിമീങ്ങളും ഒരു ദിവസം ചുരുങ്ങിയത് 5 സമയത്ത് ആ നേതാവിനെ വിളിക്കുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഒരിക്കലും തന്നെ മുസ്ലിമീങ്ങൾ അതേ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞതോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി ഒന്നിനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ. അവിടുത്തെ സ്ഥാനത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ദിനേന സ്ഥാനം വർദ്ധിക്കുന്നു എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഏത് രാജ്യത്തുള്ള മുസ്ലിമും എത്ര ദൂരെ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നു. ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വിളിക്കുന്നു, വിവിധ സ്ഥലങ്ങളിൽ വിളിക്കുന്നു. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ അലൈഹിസ്സലാം. അവരുടെ എല്ലാം സലാം ഞാൻ മടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.
അതൊരു സാധാരണ നേതാവല്ല, സാധാരണ നബിയല്ല, സാധാരണ റസൂലല്ല. അവിടുന്ന് എന്തുകൊണ്ടും അസാധാരണക്കാരനാണ് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും നേതാവാണ്. കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം, ആദരവ്, അതേ അതില്ലാത്തവൻ മുസ്ലിം ആകുന്നില്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെ ആയിരിക്കണം, എന്നാലേ നിങ്ങളിൽ ഒരാൾ മുസ്ലിം ആകൂ. അവിടുന്ന് സത്യം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതവും പരിശുദ്ധ ഖുർആനുമാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ സർവ്വ വിഷയങ്ങളിലും ആധാരം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖുർആനിനെയും അംഗീകരിക്കുന്നവർ, അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇജ്മാഇ ഖിയാസിനും ആധാരം. അതിലേക്ക് ഇപ്പോൾ ഞാൻ വിശദമായി കടക്കുന്നില്ല. അതുകൊണ്ടാണ് കിതാബും സുന്നത്തും സ്വീകരിക്കുക. അവിടുന്ന് പറഞ്ഞു, ലൻ തദില്ലു, നിങ്ങൾ പിഴച്ചു പോകൂല, നിങ്ങൾ ഖുർആനും എന്റെ ചര്യയും മുറുകെ പിടിക്കണം, എന്നാൽ പിഴച്ചു പോകൂല. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ആരെയും ഇസ്ലാമിലേക്ക് നിർബന്ധിക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞത്. ഖുർആനും സുന്നത്തുമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഉണർത്തട്ടെ, മനുഷ്യന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് മനുഷ്യന്റെ ആത്മാവാണ്, മറ്റൊന്ന് ശരീരമാണ്. ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളെല്ലാവരും പറയും. നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് എത്ര ആളുകൾക്കാണ് ഭക്ഷണം നൽകുന്നത്, എന്തെല്ലാം സാന്ത്വന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, അതിലാർക്കും സംശയമുണ്ടാകില്ല. ശാരീരികമായി ആവശ്യമുള്ളത് ശരീരത്തിന് നൽകുകയെന്നത് അനിവാര്യമാണല്ലോ. എന്നാൽ ശരീരത്തെക്കാൾ പ്രസക്തമാണ് മനുഷ്യന്റെ ആത്മാവ്. ദേഹിയും ദേഹവുമുണ്ട്. ദേഹത്തെക്കാൾ പ്രസക്തമാണ് ദേഹി. ദേഹിക്കാവശ്യമായ എല്ലാ ഭക്ഷണവും മരുന്നും നൽകണം. അത് നൽകാൻ അർഹതപ്പെട്ടവരാരാ? അതേ ഭക്ഷണം ആർക്കും നൽകാം, മരുന്ന് നൽകാൻ അർഹതപ്പെട്ടവർ ഡോക്ടർമാരാണ്, അത് പണ്ഡിതന്മാരാ. പണ്ഡിതന്മാർ അതാത് സമയങ്ങളിൽ ആവശ്യമായ മരുന്നുകൾ അഥവാ അതാത് സമയങ്ങളിൽ ആവശ്യമായ ആശയങ്ങൾ സമൂഹത്തോട് പറയണം. ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല, നമ്മുടെ സ്റ്റേജിലേക്ക് വേറെ മതാധ്യക്ഷന്മാരും പലരും വന്നു, നമ്മൾ അവരെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അവരവരുടെ മതത്തിലുള്ള പണ്ഡിതന്മാർ അവരവരുടെ മതത്തിലുള്ള ജനങ്ങൾക്ക് അതേ ആത്മീയമായ ഉപദേശം നൽകിയാൽ നമ്മുടെ രാജ്യത്ത് കുഴപ്പം സൃഷ്ടിക്കാൻ ആരുദ്ദേശിച്ചാലും അവർ പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നതാണ് ശരി. കാരണം പണ്ഡിതന്മാർക്കെന്നും അവരവരുടെ ആശയം അംഗീകരിക്കുന്നവരിൽ പ്രസക്തിയുണ്ടാകും. മുസ്ലിമീങ്ങൾ മറ്റുള്ളവരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മുസ്ലിമീങ്ങൾ പരസ്പരം കടിച്ചു കീറേണ്ടവർ അല്ല, മുസ്ലിമീങ്ങൾ പരസ്പരം ഭിന്നിക്കേണ്ടവരല്ല. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, ഭിന്നിക്കരുത് എന്നത് ഖുർആനിന്റെ ആശയമാണ്. ഭിന്നിക്കാതിരിക്കുന്നത് വേറെ ആരെങ്കിലും ശാരീരികമായി കായികമായി നേരിടാനല്ല, മറിച്ച് അതേ നമ്മുടെ പരിമളം നഷ്ടപ്പെടാൻ പാടില്ല, നമ്മൾ പരസ്പരം തന്നെ ചിന്നിച്ചിതറാൻ പാടില്ല. അതുകൊണ്ടൊരു കാര്യവും ഇവിടെ കിട്ടാനില്ല. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അതിനെന്ത് വേണം? ഖുർആൻ അംഗീകരിക്കണം. ഖുർആൻ നമ്മൾ നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വലിയ മധ്യവർത്തിയായി ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വസ്തഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ളവർക്ക് അവിടുന്ന് മധ്യവർത്തിയാകണം നബിയെ, അവരുടെ പാപം പൊറുക്കാൻ അവിടുന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് ഖുർആൻ. അങ്ങനെ ഒരു മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാൽ ഖുർആൻ അംഗീകരിക്കലാവില്ല. ഖുർആൻ അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതേ ആ ഖുർആൻ തന്നെ
വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. പാപം ചെയ്തു പോയവർ അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയോട് പ്രശ്നം അവതരിപ്പിക്കട്ടെ, എന്നിട്ട് അവർ പടച്ചവനോട് പാപമോചനം നടത്തുന്നതിന് പുറമെ അവിടുന്ന് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ. ഖുർആൻ പറയാൻ. ആകയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ മധ്യവർത്തി എന്ന മഹത്തായ സ്ഥാനം അത് ഖുർആൻ അംഗീകരിക്കുന്നവർ അത് വകവെച്ചു കൊടുക്കും. ഖുർആൻ അംഗീകരിക്കാത്തവർക്ക് അത് വകവെച്ചു കൊടുക്കാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന അതേ കപടവിശ്വാസിയുടെ നേതാവിനോട് അതിനാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല. അത് സുജൂദ് പോലെ ആരാധനയാണെന്ന് വാദിച്ചു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധ്യവർത്തിയാക്കുന്നത് അവിടുത്തെ ആരാധിക്കലല്ല, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ തുടങ്ങപ്പോൾ മൂസാ നബിയെ സമീപിച്ചു. മൂസാ നബിയുടെ ഒരു സഹായം തേടി. ഖുർആൻ അത് പറയുന്നു, ഔഹൈനാ ഇലാ മൂസ ഇദിസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് സഹായത്തിൽ തേടിയപ്പോൾ എന്തിന്? വെള്ളം കിട്ടാൻ വേണ്ടി. മൂസാ നബി കുഴൽക്കിണറിന്റെ ഏജന്റ് അല്ല, മൂസാ നബി ജലസേന വകുപ്പിന്റെ മന്ത്രിയല്ല, മൊയ്യത്ത് മുഖേന വെള്ളം കിട്ടാനാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കയ്യിലെ വടി പാറക്കടിച്ചിട്ട് മൊയ്യത്ത് മുഖേന അസാധാരണ മാർഗത്തിലൂടെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം വെള്ളം കൊടുത്തതെന്ന് ഖുർആൻ പറയുന്നു. അമ്പിയാക്കളുടെ അനുയായികൾ അവരുടെ നേതാക്കളായ അമ്പിയാക്കളെ സമീപിക്കും. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും കറാമത്തുള്ളവർ, ആദരവുള്ളവർ. പടച്ചവനെ സംബന്ധിച്ചൊരു പേരുണ്ട്, ദുൽ ജലാലി വൽ ഇക്റാം. പടച്ചവൻ വലിയ മഹാനാണ്. വൽ ഇക്റാം, അവൻ ആദരിക്കുന്നവനാണ്, അവൻ കറാമത്ത് കൊടുക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പേര് തന്നെ അത് അറിയിക്കുന്നുണ്ട്. ആ ദുൽ ജലാലി വൽ ഇക്റാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആർക്കാണ് കറാമത്ത് കൊടുക്കുന്നത്, ബഹുമാനം കൊടുക്കുന്നത്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും നല്ല ഭക്തിയോടുകൂടെ ജീവിക്കുന്നവർക്കാണ്. ആ ഭക്തിയോടുകൂടെ ജീവിക്കുന്നവർക്ക് പടച്ചവന് കൊടുക്കുന്ന ആ ബഹുമതി, ആ കറാമത്ത്, അതവരുടെ ശാരീരിക ശേഷിയല്ല, അവരുടെ ആത്മീയമായ പവറാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയുന്നതാണ് മരണം. അതുകൊണ്ട് കറാമത്തിനൊരിക്കലും തന്നെ കുറവ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ബുശ്റ ബിറിദ്വാനില്ലാഹി വ കറാമത്തിഹി, മരിക്കാൻ നോക്കുന്ന സമയത്ത് മഹാന്മാർക്ക് മലക്കുകൾ വന്ന് നിങ്ങൾക്ക് കറാമത്തുണ്ടാകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നവർ അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ ഖുർആനും സുന്നത്തും ഒരു സഹാബിയെയും ഇകഴ്ത്താൻ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ സഹാബത്തിൽ നിന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അധിക്ഷേപിക്കുന്നവരുണ്ട്. അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തല്ല. അങ്ങനെ അധിക്ഷേപിക്കുന്നവർ ചിലപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു നബി കുടുംബത്തോട് ഒരക്രമവും ചെയ്തിട്ടില്ല. അത് ഇമാമിങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ളവരെ സംബന്ധിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറഞ്ഞത് ബൈന ഫിയതൈനി അളീമതൈനി മിനൽ മുസ്ലിമീൻ എന്നാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട സംഘം എന്നാണ് നബി തങ്ങൾ വിശേഷിപ്പിച്ചത് ബുഖാരിയിൽ കാണാം. അതുകൊണ്ട് തന്നെ എല്ലാ സയ്യിദന്മാർക്കും നേതാവായ ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു മോശക്കാരനാണെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. മദീനത്തെ പള്ളിയിൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി അവിടെ നിന്ന് വിഷയങ്ങൾ പറയുമ്പോൾ ആയിരക്കണക്കിന് സഹാബികൾ അത് അംഗീകരിക്കുകയാണ്. ഇമാം ബുഖാരി ഇത് രേഖപ്പെടുത്തുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സഹാബിയെയും ആക്ഷേപിക്കുന്നവൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ പെടൂല, ഖുർആൻ അംഗീകരിച്ചവനാവില്ല, ഹദീസ് അംഗീകരിച്ചവനാവില്ല. ഞാൻ ചുരുക്കട്ടെ, അങ്ങനെ സഹാബത്തിനെ അംഗീകരിക്കുന്നവർ അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. സുബ്ഹാനല്ലാഹ്, വഫാത്തിന് ശേഷം സ്ഥാനങ്ങൾക്കൊരു കുറവില്ല. ഇന്ന് മിഅ്റാജ് രാവാണ്. നമുക്കറിയാം, അന്ത്യനാൾ വരെ വരുന്ന ജനങ്ങളെ സഹായിച്ചു കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. 50 നേരത്തെ നിസ്കാരമായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. അത് 5 ചുരുക്കി, അതിന്റെ ലഗേജ് ചുരുക്കി, ഭാരം ചുരുക്കി. 5-ന് 50ന്റെ പ്രതിഫലം വാങ്ങിത്തരാൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം എന്ന് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള
ഹദീസിൽ നമുക്ക് കാണാം. ഖുർആനും അത് വെച്ചു. അതെ, ഫലാതകും ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബിയെ കണ്ടുമുട്ടിയിൽ സംശയിക്കരുത്. അങ്ങനെ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നവർ വഫാത്തിന് ശേഷവും മുമ്പും മഹാന്മാരുടെ സഹായം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഖുർആൻ അംഗീകരിക്കാത്തവർ, ഹദീസ് അംഗീകരിക്കാത്തവർ, അവർ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്നു. അവർ സുന്നത്ത് ജമാഅത്ത് പഠിക്കണം. ആ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തി എല്ലാ സൗഹാർദ്ദവും സഹകരണവും പൂർവ്വകാല മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചതുപോലെ സന്തോഷത്തിൽ ജീവിക്കുന്ന ചുറ്റുപാടുണ്ടാക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ ഇവിടെ രൂപീകരിച്ചത്. അതിന്റെ 100ാം വാർഷികമാണ്, സെന്റിനറി. അതിന്റെ ഘടകമാണ് പൊതുജനങ്ങളിൽ ഇറങ്ങി എല്ലാ പ്രവർത്തനവും നടത്തുന്ന ഘടകമാണ് കേരള മുസ്ലിം ജമാഅത്ത്. മറ്റ് ഘടകങ്ങൾ യുവാക്കൾക്ക് SYS ഉണ്ട്, അതേ വിദ്യാർത്ഥികൾക്ക് SSF ഉണ്ട്, അതേ മുഅല്ലിമീങ്ങൾക്ക് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഉണ്ട്, SMA ഉണ്ട്. നമ്മുടെ എല്ലാ സംഘ കുടുംബങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. അതിന്റെ 100ാം വാർഷികമാണ് നമുക്ക് ഇനി കൊണ്ടാടാനുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് നമ്മുടെ ഈ കേരള യാത്ര. ഇത് തന്നെ ഇത്രയും ഗംഭീരമാണെങ്കിൽ നമ്മുടെ സമസ്തയുടെ സമ്മേളനം എന്തായിരിക്കുമെന്ന് ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാവുന്നതാണല്ലോ. അതിനാൽ ക്രിയാത്മകമായ നിർമ്മാണാത്മകമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സമ്മേളനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും, എല്ലാ വിഭാഗം ജനങ്ങളുടെയും, എല്ലാ മതക്കാരുടെയും, എല്ലാ കക്ഷികളുടെയും, എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ എല്ലാ സ്വീകരണങ്ങൾക്കും, എല്ലാ സമുദായങ്ങളും നൽകിയ സർവ്വ സ്വീകരണങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.